ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് കൂടി ചേരുന്നു. സനോജ്, ഈ എം.കെ. മുനീറിന്റെ ഈ പ്രസ്താവന, പരാമർശം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? എം.കെ. മുനീർ നേരത്തെയും വളരെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശം നടത്തിയിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് ലീഗ്, മുനീർ ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കന്മാരും. സനോജ്, നേരത്തെ ജെൻഡർ ന്യൂട്രൽ വിഷയത്തിലായിരുന്നു മുനീർ തുടങ്ങിയത്. പക്ഷേ ഇതിപ്പോൾ ഏകപക്ഷീയമായി സ്വവർഗാനുരാഗത്തെയും അതുപോലെ തന്നെ LGBTQ സമൂഹത്തെയും അവർക്കെതിരെ ആരോപണങ്ങളുമായി അവർ അക്രമകാരികളാണെന്ന തരത്തിലുള്ള പരാമർശവുമാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതെ, അത് അവർ ഭയപ്പെടുകയാണ്. ഈ ആധുനിക കാലത്തിന്റെ ഈ പുതിയ കാര്യങ്ങളല്ലേ ഭയപ്പാടോട് കൂടിയിട്ടാണ് ഇവർ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മതപൗരോഹിത്യം ഇങ്ങനെയുള്ള നീക്കങ്ങളെ ചെറുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ട് തുടർച്ചയായ പ്രസ്താവനകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ആധുനിക പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച പ്രസ്താവനകളല്ല ലോകമാകെ അംഗീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതി ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിധി തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇവരെല്ലാം അംഗീകരിക്കപ്പെട്ടവരാണ്. ഇവരെ കുറെ നൂറ്റാണ്ടുകളായി പാർശ്വവൽക്കരിക്കപ്പെട്ട് നമ്മൾ ഓടിച്ചവരാണ് നമ്മുടെ പൊതുസമൂഹം. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ സമൂഹം അവരെ സ്വീകരിക്കുകയും അവർക്ക് അർഹമായിട്ടുള്ള പരിഗണന നൽകുകയും അവരും മനുഷ്യരാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് മുനീർ. മുൻ മന്ത്രിയാണ്, അദ്ദേഹം ഡോക്ടറാണ്, വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ്. പക്ഷേ അതിനെല്ലാം വിപരീതമായിട്ടുള്ള നിലപാടുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മതസംഘടനയുടെ ആള് പറഞ്ഞാൽ നമുക്ക് ആ നിലയിലെങ്കിലും അതിനെ ഉൾക്കൊള്ളാം. പക്ഷേ മുനീർ മതസംഘടനയുടെ നേതാവാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നേതാവാണോ എന്നൊന്നും തിരിയാത്ത വിധത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പ്രസ്താവനകളാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ട്രാൻസ് സൗഹൃദ എന്ന നിലയിൽ തന്നെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോ രാജ്യത്താദ്യമായിട്ട് ഒരു ട്രാൻസ് നയം അവതരിപ്പിച്ചത് കേരളത്തിലാണ്. അതുപോലെ തന്നെ രാജ്യത്താദ്യമായിട്ട് ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തൊഴിൽ സംവരണം കൊടുത്തത് കേരളത്തിലാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അവരുടെ വിദ്യാഭ്യാസത്തിന്, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നിരവധി പദ്ധതികൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ച് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ലോകത്തെല്ലായിടത്തും അവരെ ആ നിലയിൽ മനുഷ്യരായി നേരിടുന്നു.